ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് സ്ട്രീമർ ലൈഫ് സിമുലേറ്റർ എന്നാണ്. അപ്പം ഞാൻ വീണ്ടും ഗെയിമിൻ്റെ അകത്തൊരു സ്ട്രീമർ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യമായിട്ട് ഗെയിമിലോട്ട് അങ്ങോട്ട് കിടക്കാം. ഓ, ക്യാരക്ടർ ക്രിയേഷനൊക്കെ ഉണ്ടായിരുന്നോ? എടാ, ഇതെന്തൊരു ആളെ തിരിഞ്ഞളിക്കുന്നു. ഇപ്പം ഇതെന്താ ചീക്ക് പൊസിഷൻ? ആ, ക്യാരക്ടറൊക്കെ സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് എടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആളെ. ചെറുക്കൻ ലുക്കാണ് കണ്ടോ, ജിമ്മനൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി അപ്ലൈ കൊടുത്ത് നോക്കാം. യെസ്, ഓഫ് കോഴ്സ്, ഇഷ്ടപ്പെട്ടെടുത്തതാ. യു ക്യാൻ ബൈ ഗ്യാസോലിൻ ഫ്രം. ശരി, പിന്നെ ഗ്യാസിലും ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് അല്ലാണ്ട് പലചരക്കടയിൽ പോയിട്ട് വാങ്ങിക്കുമോ? ഓ, വാങ്ങിക്കും കേട്ടിട്ട്. അയ്യോ, സോംബിയാണത്. പല്ലതരി എണിച്ചെണിച്ച് അലാറം എവിടെ കിടന്നിരിക്കുന്നത്? ഡോക്ടർ മോസി. മോസിയാര്? എടാ അലാറമേ, നീ എവിടെ കിടന്നിട്ട് അടിക്കുന്നത്? ഓ, ഈ ഫോണിന്റെ അകത്തായിരുന്നു കിടന്ന് അടിച്ചിരുന്ന കേട്ടാ. ഓക്കെ ഓക്കെ, എന്താ അവിടെ പോവാൻ കാണിക്കുന്നത്? ഡോക്ടർ മോസി. ആരെയും മോസി എന്ന് എനിക്ക് മനസ്സിലാവത്ത്. പുട്ട് ദ കമ്പ്യൂട്ടർ പാർട്സ് ഇൻ ദ ട്രങ്ക്, ഗോ ഹോം. അപ്പൊ ഞാൻ ഇപ്പൊ ആരെ വീട്ടില്? മോസിബനാണാ? ആ മോസി, ഗൺ ഷോട്ട്സ് ദിസ് പ്ലീസ്. വെടിവെപ്പ് ഉണ്ടാ? ഗൺ ഷോട്ട്സ്. I heard some gunshots. അത്രയുള്ള. I thought there was no bullets in the gun. കമ്പ്യൂട്ടർ എവിടെ എൻ്റെ? Whatever you do, did you get the computer? Yes, I stole it from the computer store. I said buy a computer to pay me your rent. This computer is in front of the door. No, fuck off. എടേ, ഇതാണ് കമ്പ്യൂട്ടർ. അവിടെ ഇതിലാണ് ഞാൻ സ്ട്രീം ചെയ്യേണ്ടത്. ഐ ഓൾറെഡി ക്യാരി തിങ്സ്. ഇത് എവിടെ എടുത്ത് വെക്കും? 817. ആ, ഇങ്ങനെ എടുത്ത് വെക്കാം. ഓക്കെ ഓക്കെ. ഐ, ഇത് മൊത്തത്തിലാണ്. അടാ, അതെന്തൊരു പ്രശ്നം ഉണ്ടെന്നാണ്. ഈ കീബോർഡിന് എന്തൊരു ഓറഞ്ച് കളറ്? ഇത് ഏതാ കാർഡ്? സോക്കറ്റാ? പറ്റിച്ചതാണ്. ഇനിയിപ്പോ മൗസിലാണ്ടൊരു പ്രശ്നമാണ്. അല്ല, കീബോർഡ് ഇവിടെ സാധനങ്ങളുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ. MTX 950U. അതേത് കാർഡ്? അയ്യേ, ഇത് കട്ടോട്ട് കൊടുത്ത കാറാണ്. അതെന്റെ കാറാണ്. പുട്ട് ദ കമ്പ്യൂട്ടർ പാർട്ട് ഇൻ ദ ട്രങ്ക് ഓഫ് കാർ. ഓക്കെ. ഒന്ന്, 2, 3, 4. ഇതെന്തൊരു സിസ്റ്റം ഇപ്പത്? ഇതെന്തായാലും ഇങ്ങനെയൊക്കെ വെക്കണല്ലേ? അത് കുറച്ച് റിസ്ക് ആയിപ്പോയി കേട്ടോ. ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഇട്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഞാനൊരു ജിമ്മനല്ലേ, അതിൻ്റെ ഒരു ദൈനം കാണിച്ചൂടെ? ആ, തീർന്നു, എല്ലാം തീർന്നു. ഗോ ഹോം. വണ്ടി ഞാൻ ഓടിക്കണം. വേണ്ട, വണ്ടി ഓടിക്കാറ് നിന്നെ പഠിപ്പിക്കണ്ട. ഇൻസ്ട്രക്ഷൻ തരുന്ന വരില്ല. ഇത് പോണ്. അവിടെ എങ്ങനെ ഇരുന്ന വണ്ടി ഓടിക്കണ്ട? അടിയിൽ കണ്ടല്ലേ സ്പേസ് ബ്രേക്ക്. ഏറ്റവും വെറുതെ ഹാൻഡ് ബ്രേക്ക്. ഓക്കെ. ഗോ ഹോം. അടത് ഈ ആംഗിൾ തന്നെ ഉള്ള വേറെ ക്യാമറ ആംഗിളില്ലേ?
എടേ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് ബാക്കിൽ ഇപ്പൊ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണത്തോണ്ട. എത്ര ചേട്ടാ? അതെ അതാണ് വീട്, 600 മീറ്റർ. എൻ്റെ പുതിയ വീട്ടിലോട്ട് പോയി ഞാൻ. റിച്ച് വീടാന്ന് തോന്നുന്നു ചേട്ടാ. ഒരു 2 നില വീട് ഉണ്ടായിരിക്കും, മിനിമം 2 നില. ഷോർട്ട് കട്ട് കണ്ട ഹബീബി ഡ്രിഫ്റ്റ്. അയ്യോ ഒന്നുമില്ല എന്തിരി കൊണ്ട് നീങ്ങത്തെ വഴിന്ന് പറഞ്ഞ നടക്കാം. വണ്ടിക്ക് പാർക്ക് ചെയ്യട്ടെ, അതിൻ്റെ അകത്ത് ഇവിടെ കൊണ്ടുള്ള വീടെന്ന് വേണം. യെസ്, ഹാൻഡ് ബ്രേക്ക് കിട്ടണം കേട്ടോ വണ്ടി നിർത്തുമ്പോൾ. ആ വീട് എവിടെ? ഇത് ചളി പിടിച്ചെടുക്കുവാണല്ലോ വീട്. എടേ ഇതാണാ വീട്. അപ്പൊ ഇത് കൊഴപ്പില്ല, പെയിന്റ് അടിച്ചൊറ്റ വീട് അവിടുത്തെ. ഇതാണപ്പോ വീട്. സെറ്റപ്പ് ആൻഡ് റൺ യുവർ കമ്പ്യൂട്ടർ. ഇതൊക്കെ എന്തൊരു ഓ തിരിക്കണമായിരുന്ന. അപ്പൊ നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഇതെന്താ ലൈറ്റോ? ഇതിന്റെ മുകളിലാണാ ഇത് വെക്കേണ്ടത് മോണിറ്റർ. അവിടെ ഇരിക്കട്ടെ. അവിടെ ഇത് ബെഡ്. ഇതൊക്കെ അവിടെ എന്ത് നല്ല വീടായിരുന്നു മറ്റേത്. പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. തിരി ഞാൻ സിമുലേറ്റർ എന്നൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഞാൻ പണിയെടുക്കണം. അല്ല, സിമുലേറ്റർ അല്ലെങ്കിൽ പണിയെടുക്കണം കേട്ടാ. എല്ലാ സൂപ്പർ മാർക്കറ്റും നോക്കി നടന്നാൽ മതിയിരുന്നു. ഇതെന്തൊരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അല്ല, ഇതെങ്ങനെ സെറ്റപ്പ് ആക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ കമ്പ്യൂട്ടർ. ഈ സൈഡിൽ കേട്ടിരിക്കട്ടെ അല്ലേ? ആ സൈഡിൽ തിരിക്കും. അവിടെ അപ്പം എന്തെങ്കിലും സ്റ്റൂൾ അവിടെ ഇരിക്കുന്നു. സ്റ്റൂളിങ് വാ. മട്ടൊന്നല്ല സ്റ്റൂൾ അവിടെ ഇരിക്കും. ഇനി എന്തൊക്കെ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ? HDD. ഇതൊക്കെ മറ്റേ സാധനത്തിൻ്റെ അകത്ത് കുത്തിക്കറ്റാളല്ലേ PCക്കകത്ത്? നിലത്ത് വെച്ച വർക്ക് ചെയ്യണോ അതൊക്കെ? ഡ്യൂറബിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്. ഇതൊക്കെ അപ്പൊ തേഞ്ഞു. ഇതിന് എത്ര ഡ്യൂറബിലിറ്റി? എല്ലാത്തിനും തന്നെ. ഈ സാധനമൊക്കെ എടുത്തിട്ടല്ലേ വണ്ടിക്കത്തുന്ന ഞാന്. ഓ, ഇവിടെ നിർത്തക്കാൻ എളുപ്പാ. തീർന്നു. വണ്ടി ലോക്കാക്കി ഇട്ടുവാ. മൗസ്. എടാ, മൗസ് വെക്കേണ്ട സ്ഥലത്താണ് ഞാൻ കൂടുന്ന ഈ സാധനം വെച്ച്. അപ്പൊ മൗസ് ഞാൻ എങ്ങനെ വെക്കും? തൽക്കാലം ഗ്യാപ്പിലിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യാം. സിസ്റ്റം ബിൽഡിങ്. ഞാൻ ഇന്നൊരു സ്ട്രീമറോ? ഇത്ര ഗ്യാപ്പ് വേണം.
അവിടെ തിരിച്ചല്ലേ വേണ്ട പ്രശ്നം. ഇവിടെ ഇരിക്കട്ടെ. എത്ര കുറച്ച് സ്ഥലം സൈഡിൽ വേണം. പ്രസ് ഹോൾഡാ. ഇതെങ്ങനെ കവർ ചെയ്യുന്നെടുക്കുക? ഓ ഇങ്ങനെ എടുത്തിട്ട് HDD അല്ലേ? ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതെടുത്തിട്ട് എന്തൊരു സാധനം? അല്ല ഇതെന്തായാലും സാധനം പറ. ആ ഗ്രാഫിക്സ് കാർഡ്. ഡിസ്പ്ലേ കാർഡ് അങ്ങനെ ഇരുന്നായിട്ട് പറയാം. മെയിൻ ബോർഡ്. ഇതെന്തിന്? സോക്കറ്റ്. വൈറസാ അല്ല സെറോസ്. ഓക്കെ, അപ്പോൾ മോണിറ്റർ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഓടാവുമായിരിക്കും അല്ലേ? അല്ല ആയിരിക്കുന്ന സാധനമൊക്കെ അതിൻ്റെ അകത്ത് വെക്കാളല്ലേ. ഞാനത് കുറച്ച് കിട്ടും നീക്കി വെക്കട്ടെ. പെട്ടി മോണിറ്ററാണ് ഇപ്പൊ നോക്കണ്ട. ഞാൻ അപ്ഗ്രേഡ് ചെയ്യും. PC ഒക്കെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യും. എന്നാലും എന്തോ പ്രശ്നമുണ്ടല്ലോ. എടാ ഇത് പ്രശ്നമാണ്. ഇനി എന്തൊക്കെ വെക്കാനുള്ളത്? അങ്ങനെ എൻ്റെ PC ബിൽഡിംഗ്. അയ്യോ അടുത്തിട്ട് Core i3 CPU, RAM ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഇല്ല മൗസ്, കീബോർഡ് എല്ലാം സെറ്റാണ്. കസാല മാത്രം. അവിടെ കസാല എന്തായാലും ഇരിക്കാത്ത എന്തിനും എടുക്കാനുണ്ടാ? ഐ ഷുഡ് ഡു മൈ ടോയ്ലറ്റ് അർജന്റലിയാ. അതിന് ടോയ്ലറ്റ് എവിടാ? അവിടെ ഈ കസാല റെഡി ആയില്ലെന്നാ അവര് പറയുന്നത്. അതെന്തായാലും സെറ്റ്. എല്ലാം റെഡിയാണ്. ഓക്കെ എടാ ഇതെങ്ങനെ ഓണാക്കും? പ്രസ് C to സ്റ്റാർട്ട്. എടാ മോനെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത്. സിസ്റ്റം സ്റ്റാർട്ടായി. അടിച്ചോയ. അയ്യോ ഒന്നുമില്ല. അത് എടാ ഇത് ഈ എല്ലാ അമർത്തൻ്റെ ഇരിക്കാര് F അമർത്തേണ്ടത്. അയ്യോ ഇപ്പൊ ഓണായി. F. ഓക്കെ മെമ്മറി ടെസ്റ്റാ. പോയിക്കോട്ടെ. വെൽക്കം. താങ്ക് യു വെൽക്കം. സെറ്റപ്പ് ആൻഡ് റണ്ണ്. രജിസ്റ്റർ ഓൺ ബ്ലെൻഡർ. ഓപ്പൺ ദ ഫോണ്. അപ്പേരോ അൺചെക്ക് ഫസ്റ്റ്. സെറ്റാക്കാം. ബ്ലെൻഡർ കമ്പ്യൂട്ടർ സെറ്റാണ്. ബ്ലെൻഡർ. ഓക്കെ ബ്ലെൻഡർ. രജിസ്റ്റർ ഓൺ ദ ബ്ലെൻഡർ വെബ്സൈറ്റ്. രജിസ്റ്റർ ചെയ്യാം. എന്താ വരാത്തെ? നെറ്റിലെവിടെ? രജിസ്റ്റർ. എൻ്റർ നിക്ക് നെയിം. ബഗ് മാൻ.
അയ്യേ അതൊരു ബഗ്മാൻ തന്നെ ഐ ഹാവ് ടു ഈറ്റ് എന്നാ. ഓ കൺഗ്രാജുലേഷൻ, താങ്ക്സ്. യു ക്യാൻ ലോഗിൻ റൈറ്റ് നൗ. ലോഗിൻ. യു ഹാവ് സക്സസ്ഫുള്ളി ലോഗിൻ ഇൻ. താങ്ക് യു താങ്ക് യു. യൂട്യൂബിലൊക്കെ ലൈവ് ഇടാറുണ്ട്, ലോക്കലിടാറുണ്ട്, റൂട്ടലിടാറുണ്ട്, കിക്കിലിട്ടിട്ടുണ്ട്, ഇപ്പോൾ ബ്ലെൻഡറിലുമായി. സന്തോഷമായി. ആ ഇനി ഞാനിപ്പോൾ വരാവേ. കമ്പ്യൂട്ടർ ഓണായിട്ടിരിക്കും, കുറച്ചേരം ചൂടാവട്ടെ. വണ്ടിയൊക്കെ ഓണാക്കിയ കുറച്ചേരം സ്റ്റാർട്ടാക്കി ഇറങ്ങുന്ന. അൺചെക്ക് ഫ്രം മാപ്പ്. മാപ്പ് എവിടെ? മാപ്പ്. എടാ സിംഹമുണ്ട് അവിടെ. സിംഹം ഗർജ സൗണ്ടല്ലേ കേട്ട്. സിംഹം തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തേലും? അതേ കസാര എടുത്ത് ആളെ മോണിറ്റർ എടുത്ത്. ഇതൊരു നടപടി ആവൂല. ഇപ്പൊ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണ്ടേ ഗൈസ്? അപ്പൊ നമ്മള് പി സി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കി കുറച്ച് സംഭവങ്ങൾ സെറ്റപ്പ് ചെയ്യാണ്ട് പി സിക്കകത്ത്. അപ്പം ഞാനത് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് ലൈവ് ഇടേണ്ടി വരുമായിരിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് കാണിക്കാം. വെയിറ്റ്, ഒരു 20 മിനിറ്റ്സ് വീഡിയോ ആക്കിയിട്ട് നിർത്തിയത്. ഇതെന്താ പറഞ്ഞു? ഡൗൺലോഡ് OPS പ്രോഗ്രാം. ഇവിടെ സിംഹണ്ട് കേട്ടാ. ആ സാംസർ വെബ്സൈറ്റ്. അവിടെ നെറ്റ് പോരാ, നെറ്റ് സ്പീഡ് പോരാ അവിടെ. ഞാൻ വെരി ഹംഗ്രി. എടാ ഹംഗ്രി ചെയ്തോണ്ടാണാ മറ്റേ വയറ് കളുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഫുഡ് വാങ്ങി കഴിക്കണം. കുക്ക് നിർത്തിയത് ഇവിടെ. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടാവുമല്ലോ, സ്ട്രീമർ അല്ലേ. എവിടെ ഇത്? പക്ഷെ നെറ്റിന് സ്പീഡില്ല. ഇത് കേരള വിഷനാണാ. ആ a necessary program for stream. You need to transmit your live stream to the server. OPS. മനസ്സിലാവുന്നുണ്ട്. എടാ ഒരു മിനിറ്റ്. സ്റ്റീം സ്പോട്ടറി പുത്തിരിയാണ് പുത്തിരി. സ്ട്രീം ലാപ്പ്. വീണ്ടും സിംഹം ഗർജിക്കുന്നു. ഡൗൺലോഡിങ് സ്ലോ ആണ് കേട്ടത്. ഓക്കെ, ഞാനത് ഡൗൺലോഡ് ആക്കിയിട്ട് വരാവേ. ഓക്കെ, അപ്പോൾ 92% ആയിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിയായിരിക്കും. നെറ്റ് സ്പീഡൊക്കെ എങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ പറ്റും തോന്നുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് നെറ്റ് സ്പീഡൊക്കെ കൂട്ടാൻ പറ്റുന്നൊക്കെ ഉണ്ട്. സെറ്റപ്പ് ഈസ് കംപ്ലീറ്റ്. ഇനി ബൈ എ മൈക്രോഫോൺ ഫ്രം സാമസോർ വെബ്സൈറ്റ്. കൈസ് ഒരു 25 മിനിറ്റ്സ് ഈ വീഡിയോ 25 മിനിറ്റ്സ് ഉണ്ടാവും. 25 മിനിറ്റ്സിൻ്റെ മുകളിൽ പോകാണ്ട് ഞാൻ നോക്കാം. ഞാൻ മാക്സിമം ലൈക്ക് കട്ട് ചെയ്ത് ആവശ്യത്തെ നമുക്ക് കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സാമസോറിൽ പോയിട്ട് മൈക്രോഫോൺ വാങ്ങിക്കണം ഇനി. സ്ട്രീം ചെയ്യാൻ പഴയ മൈക്രോഫോണ്. പഴയതല്ല, ഞാൻ പുതിയ സ്ട്രീമറാ. ഞാൻ ലൈക്ക് പുതിയ ഫുള്ളായിട്ട് ആദ്യമായിട്ട് സ്ട്രീം ചെയ്യാൻ പോകുന്നതാ. ഞാൻ ഏത് ഗെയിം സ്ട്രീം ചെയ്യുന്ന നോക്കാം. കൊണ്ടു എവിടെ ഏറ്റവും കുറഞ്ഞ നോക്കി വാങ്ങിക്കട്ടെ. 97. സാമസോർ മനസ്സിലായല്ലോ അല്ലേ? സാമസോർ. അവിടെ ഇത് മറ്റേ കഥാപ്രസംഗത്തിന് ഉപയോഗിക്കുന്ന മൈക്കല്ലേ? $1290. പക്ഷെ $400 കയ്യിലാണ് കൂട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്കത് ഫുള്ള് ചിലവാക്കാനും പറ്റത്തില്ല. നമുക്ക് 1 സ്റ്റാറിൻ്റെ ഇതൊരെണ്ണം വാങ്ങിക്കാം. ഇതിങ്ങനെ ആഡ് ടു കാർട്ട് കൊടുത്ത്. കാർട്ട് കംപ്ലീറ്റ് പേയ്മെൻറ്റ്. സാധനം വന്നാ സെൻഡ് ഓൾ മണി ടു യുവർ ക്രെഡിറ്റ് കാർഡ് ഫ്രം ദ ബാങ്ക് ആപ്പ്. അവിടെ ഇതാണ് പ്രശ്നം. ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ നെറ്റ്. എടാ ഞാൻ ഇപ്പം തത്വം കേട്ടോ മിക്കവാറും ഫുഡ് കഴിക്കാണ്ട്. മറ്റേ സൗണ്ട് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഒക്കെപ്പോഴും ഉണ്ടാ.
ബാങ്ക് ഒന്നും ഓപ്പൺ ആവുന്നില്ല. സെൻഡ് ഓൾ യുവർ മണി ടു യുവർ ക്രെഡിറ്റ് കാർഡ്. ഐ എം വെരി ഹംഗ്രി, ഐ ഹാവ് ടു ഈറ്റ്. കഴിക്കാടേ, അടങ്ങടേ. മണി ട്രാൻസ്ഫർ ടു അക്കൗണ്ട്. കാർട്ടാണോ? കംപ്ലീറ്റ് ട്രാൻസ്ഫർ. സെൻഡ് ഓൾ യുവർ മണി ടു ക്രെഡിറ്റ് കാർഡ്. അങ്ങനെ അല്ലായിരുന്നാ? അയ്യോ, ഇങ്ങനൊന്നല്ല. സൂക്ഷിച്ചയക്കാം. സെൻഡ് ഓൾ മണി ടു യുവർ ക്രെഡിറ്റ് കാർഡ് ഫ്രം ദ ബാങ്ക് ആപ്പ് ഓൺ ദ ഫോൺ. അയ്യോ, അങ്ങനെ ഇരുന്ന് ഫോണിലായിരുന്നു. മൂഞ്ചി കേട്ടോ, മൂഞ്ചി. ബാങ്ക് സെൻഡ് ഓൾ മണി ടു ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, ഇപ്പം സെറ്റ്. അല്ലെങ്കിൽ നോണ പറഞ്ഞാൽ വിചാരിക്കും. ഓർഡർ ഫുഡ് ഫ്രം ഫുഡ് വെബ്സൈറ്റ്, ഫുഡ് ഷോപ്പ് വെബ്സൈറ്റ്. ഇതിൽ ഓപ്പൺ ആവാൻ ടൈം എടുക്കും. മൊബൈലിൽ നെറ്റ് ആവണം നല്ലത്. ഓർഡർ ഫുഡ് ഷോപ്പ്. എവിടെ ഫുഡ് ഷോപ്പ്? വെറുതെ അല്ല, ഈ സിംഹത്തിൻ്റെ ഗർജന ഇന്നത്തോടെ അവസാനിപ്പിക്കും ഞാൻ. അവന് ഫുഡില്ലാണ്ട് അവൻ്റെ സ്ലീപ്പ് ആൻഡ് സേവ് ദ ഗെയിം. സ്ലീപ്പ് ആൻഡ് സേവ് ദ ഗെയിം. അവിടെ നമുക്ക് വീഡിയോ നിർത്താം. സെറ്റ്. ഫസ്റ്റ് ഇതൊക്കെ എവിടെ വന്നു? ഓർഡർ ഫുഡ്. സാമസോർ വെബ്സൈറ്റിൽ കയറിയിട്ട് ടോയ്ലറ്റ്. സാമസോർ. എവിടെ സാമസോർ? ടോയ്ലറ്റ് വേണം. ടോയ്ലറ്റ് എല്ലാം ചെയ്യണം. എല്ലാം ചെയ്യണം എന്നർത്ഥം. ഒക്കെ ചെയ്തു. സ്ട്രീമിങ് എപ്പോൾ വരും? ഫർണിച്ചറിലാണ്. ആരോ വന്നിട്ടുണ്ടല്ലോ. ഇത് ബാത്ത് ടബല്ലേ? ടോയ്ലറ്റ് വേണ്ടത്. $800 ഏറ്റവും കൂട്ടിയത്. വേണ്ട, നമുക്ക് പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പൊ ഒരു ലോക്കൽ സാധനം മതി. ലോക്കൽ വീട്ടിലോട്ടൊക്കെ ലോക്കൽ സാധനം മതി. അതെ, അവിടെ ആരോ വന്നിട്ടുണ്ട്. ആ ഫുഡ് ഓർഡർ ചെയ്ത് വന്നാവോ? ബിൽഡാ? അങ്ങനെ. തിന്ന്. അവൻ തിന്ന്. അതെങ്ങനെ കഴിക്കും അവിടെ നിർത്തിട്ട്? ഇവിടെ വെക്കണം, എന്നിട്ട് കഴിക്കണം. സെറ്റ്. അല്ല, എൻ്റെ ടോയ്ലറ്റ് എവിടാ? അതെപ്പോ വരും? ആര് കൊണ്ടുവരും? അവിടെ സാമസോറ് നേരത്തെ കണ്ടായിരുന്നില്ല നമ്മള്. സാമസോറ് ഓടാ മോനെ, കാറോടൊക്കെ ഇരിക്കുന്നു. ഇവിടെ 400. നമുക്കേ നാളെ വന്നിട്ട് നമുക്കിവിടെ ഫുള്ളായിട്ടൊന്ന് നോക്കാം. ഐ ഷുഡ് ഡു മൈ ടോയ്ലറ്റ്. അതിന് ടോയ്ലറ്റ് വന്നിട്ടില്ല. ഓർഡർ ചെയ്തിട്ടുണ്ട്. നീ അടങ്ങ്. ടോയ്ലറ്റ് അവിടെ സാമസോറ് ഡെലിവറി സ്പീഡാക്കണം കേട്ടാ. ഓക്കെ, ഇതിലപ്പോൾ സ്ലീപ്പ് ആൻഡ് സേവ്. നമുക്കപ്പോൾ കിടന്ന് ഉറങ്ങിയേക്കാം. ഈ ഉറങ്ങുന്നതിൻ്റെ ഒപ്പം ഞാൻ വീഡിയോ നിർത്തുവാണ്. ഇവിടെ തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡ് അപ്പോൾ അടുത്ത് തന്നെ വരും. ഞാൻ എല്ലാ ഗെയിമും കൂടെ മിക്സഡാക്കി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വരും. അപ്പോൾ ടാറ്റാ, ബൈ. എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക. ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉറങ്ങുമ്പോൾ ടാറ്റാ.